എന്ത് പറ്റി മാമ? ആകെ ഒരു മൂഡ് ഓഫിലാണല്ലോ. ഒന്നുമില്ല മോളെ. ഞാനേ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴേ ഒരു വല്ലാത്ത മനസ്താപം. അയ്യേ, അതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ കോമ്പറ്റീഷൻ ഇറങ്ങുമ്പോ എത്രയോ പിള്ളേരെ ഇടിച്ച് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. ചിലതിന്റെയൊക്കെ മൂക്കിന്റെ പാലവും പല്ലും എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട്. അല്ല, അത് ഞാനും ഒരുപാടെണ്ണത്തിന്റെ നട്ടലിടിച്ച് വെള്ളമാക്കിയിട്ടുണ്ട്. അത് വേറെ കാര്യം. അതുപോലെ അല്ലല്ലോ ഇത്. ഇവരാരും എന്റെ ശത്രുക്കളല്ല, എന്നിട്ടും ഇടിച്ചിടും. ദാറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ഗെയിം. പാർട്ട് ഓഫ് ദി ഗെയിം എന്നൊക്കെ അങ്ങനെ അങ്ങ് പറഞ്ഞു പോവാം. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായത്തിൽ മോളി ബോക്സിങ്ങിനൊന്നും ഇനി പോകണ്ട. കൊള്ളാം. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് തന്ന ആള് തന്നെ ഇങ്ങനെ പറയണം. മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ മോളെ. പിന്നെ ഈ യോഗ ഒക്കെ ചെയ്തു കഴിഞ്ഞാലേ മനസ്സിനൊരു ശാന്തി സമാധാനമൊക്കെ ഉണ്ടാവുന്ന പറയുന്നത് നേരാണ്. പിന്നല്ലേ, ഞാൻ യോഗ ക്ലാസ്സിന് പോയിട്ടുള്ളതല്ലേ. ശാന്തി സമാധാനം മാത്രമല്ല, നല്ല കോൺസെൻട്രേഷനും കിട്ടും നമുക്ക്. പിന്നല്ലേ ആണെന്ന് ആണ് മാമ. അങ്ങനെയാണെങ്കിലേ എനിക്ക് യോഗയുടെ ചില ഈ സാധനങ്ങളൊക്കെ ഇല്ലേ, അതെന്നെ ഒന്ന് പഠിപ്പിച്ചു തരാമോ? യോഗ എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല. അത് അറിയുന്ന ഒരാളടുത്ത് തന്നെ പോയി പഠിക്കണം. അതായിരിക്കും നല്ലത്. എനിക്ക് അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ അറിയാം മാമ. ജോയിന്റ്സ്, അതായത് ഈ സന്ധികൾ, അതിന് റിലാക്സേഷൻ കിട്ടുന്ന വർക്കൗട്ട് ചെയ്യണം. എന്നിട്ടേ ഈ യോഗാസനം ചെയ്യാവൂ. അയ്യോ, അങ്ങനെയാണോ? ഓ, അപ്പൊ ആദ്യം അത് പഠിക്കണം. ഞാൻ കരുതി വെറുതെ ശ്വാസം വലിച്ചു വിട്ടാ മതിയെന്ന്. യോഗാസനത്തിൽ ശ്വസനത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ശ്വസന രീതി പറഞ്ഞതുപോലെ ശീലിക്കുക. അല്ല, ഇതിനാണോ മോളെ ഈ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നൊക്കെ പറയുന്നത്? അതൊന്നും അല്ല മാമ. തൽക്കാലം മാമ ശ്വാസം മൂക്കിലോട്ട് വലിച്ചു കയറ്റി ഒന്ന് ഹോൾഡ് ചെയ്തേ. ചേട്ടേ, ഹോൾഡ് ചെയ്ത ശ്വാസം പുറത്തോട്ട് ഇട്ടിരിക്കുക പണിയാണ് മാമ. ചുമ്മാ എരിയടി, ഇത് തമാശ അല്ല കേട്ടാ. മാമ ഒന്ന് ഹോൾഡ് ചെയ്യും. മാമ ചെയ്, ഹോൾഡ് ചെയ്. മൂക്കിലോട്ട് വലിച്ചു കയറ്റിട്ട് താഴേക്ക് പുറത്തേക്ക് വിട്ടേ. അങ്ങനെ തന്നെ. ചോറിപ്പ് എടുക്കാം കേട്ടാ ചേട്ടാ. എന്തോന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നേ? അല്ല പെങ്ങളെ, എൻ്റെ ഈ സ്വഭാവം കാരണം എത്ര പേരെന്നെ ശപിക്കുന്നുണ്ടാവും, എത്ര പേര് വിഷമിക്കുന്നുണ്ടാവും, എത്ര പേര് കരയുന്നുണ്ടാവും. അതൊക്കെ ആലോചിക്കുമ്പോഴാ. കഴിഞ്ഞത് കഴിഞ്ഞു ചേട്ടാ, സാരമില്ല. ഇപ്പോഴെങ്കിലും ഒരു മാറ്റം വരാൻ തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ശ്വാസം വിടൽ ഏറ്റിട്ടുണ്ട്. എത്ര ജന്മം കഴിഞ്ഞാലും ഇതിൻ്റെ ഒന്ന് ശാപം എന്നെ വിട്ടുപോകില്ല പെങ്ങളെ. ശ്വാസം വിടലില്ല അല്ലടി, എൻ്റെ തല്ലിൻ്റെ ഉമിത്തിയിൽ വെന്തുരിയാലും അതിൻ്റെ ഒന്ന് ശാപം തീരില്ല പെങ്ങളെ. ചേട്ടൻ വിഷമിക്കല്ലേ. ചേട്ടൻ ഇതുവരെ ആരെയും ആവശ്യമില്ലാതെ ഉപദ്രവിച്ചിട്ടില്ല. അത് ശരിയാ. ധർമ്മത്തിലൂന്നിയുള്ള അടിയായിരുന്നല്ലോ എൻ്റെ. ധർമ്മത്തിലല്ല, മർമ്മത്തിലൂന്നിയുള്ള അടിയാണെന്ന് പറയണം. എന്താ പെങ്ങളെ എന്നെ ഇങ്ങനെ കുത്തി കുത്തി വിഷമിപ്പിക്കുന്നത്? ചുമ്മാ വെറുതെ പറഞ്ഞല്ലേ. ഓ, അളിയൻ വന്നത് നന്നായി. മണി, അയാളിന്ന് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. എന്നെ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. ഓ, യഥാർത്ഥത്തിൽ എന്താ അളിയ പ്രശ്നം? അളിയ, നമ്മുടെ പുരയിടത്തിലെ 2-3 മരങ്ങളല്ല, മരത്തിന്റെ ചില്ലകള് അയാളുടെ പുരയിടത്തിലോട്ട് ചാഞ്ഞു നിൽപ്പുണ്ട്. അയാൾക്ക് അത് മുറിച്ചു മാറ്റി കൊടുക്കണം. പരാതിയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലേ 3 മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരും. ഇന്നാണെങ്കിൽ അയാള് ഉടക്ക് സ്റ്റൈലായിരുന്നു. അതിന് എന്നും അങ്ങനെയല്ലേ? 2 ദിവസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല അളിയ, അയാൾ ഏത് സ്റ്റേഷനിലെ പോലീസുകാരനാണ്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മരങ്ങളാണെങ്കിൽ മുറിച്ച് മാറ്റാനും തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തിനാ അയൽക്കാരുമായിട്ടും വഴക്കും ബഹളവും ഒക്കെ? ആ മരങ്ങളങ്ങ് മുറിച്ചു മാറ്റിക്കളാ. മുറിക്കാം, ആളെ കെട്ടിട്ട് മുറിക്കാം. പിന്നെ ഒരു കാര്യം, ഞങ്ങളിവിടെ താമസിക്കാൻ വന്നതുപോലെ അയാൾക്ക് ഭയങ്കര ചൊറിച്ചിലാണ്.
പോലീസുകാരനാണെന്നുള്ള അഹങ്കാരം കൂടുതലും. അങ്ങനെയാണെങ്കിൽ ഇനി അയാളോട് അളിയൻ സംസാരിക്കാൻ നിൽക്കണ്ട. കുറച്ചാൾക്കാരെ കുട്ടി മരങ്ങളങ്ങ് മുറിച്ച് കളയ. ഞങ്ങളെ വിശക്കുന്നു. ഇപ്പൊ ശരിയാക്കി തരാം. പെട്ടെന്നാക്കണേ. കുറച്ച് സമയം കൊണ്ടാണെങ്കിലേ മണിക്കുട്ടനുണ്ടായ മാറ്റം കണ്ട മാറും. മാറിയല്ലേ പറ്റൂ. എൻ്റെ വിരട്ട് അങ്ങനെയല്ലായിരുന്നു. ആള് വലിയ കിഴിലൊക്കെ ആണെങ്കിലും ഉള്ളിൽ എന്നെ ഒരു പേടിയുണ്ട്. എന്താടി നിനക്കൊരു പരിഹാസം? ഒന്നുമില്ല. അളിയനെ ഒതുക്കാൻ പറ്റുമെങ്കിലേ അതുപോലെ നിന്നെ ഒതുക്കാൻ എനിക്കറിയാം. ഞാൻ ഇപ്പൊ വരാം. അളിയാ, ഉരുളയ്ക്ക് പേര്